കാഴ്ചയുടെ കൗതുകം മനസ്സിലെത്തിക്കുന്ന കണ്ണുകളിൽ ഇരുൾ പരന്നാലോ? ജീവിതത്തിലുടനീളം ഒരു നൊമ്പരം അത് നമുക്ക് സമ്മാനിക്കും. നിറങ്ങളും നിറങ്ങളുടെ വസന്തവും പകരുന്ന ലോകത്തിലെ സുന്ദര കാഴ്ചകൾ നമുക്കന്യമാകും. അലോപ്പതിയിൽ നേത്രചികിത്സാ മേഖലയിൽ ആധുനിക സൗകര്യങ്ങളും സങ്കേതങ്ങളുമൊക്കെ അനവധിയാണ്. പാരമ്പര്യ രീതിയിലുള്ള ആയുർവേദ ചികിത്സയിലും നേത്രചികിത്സാ ശാഖയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട്. ആയുർവേദ നേത്രചികിത്സാ മാർഗങ്ങളെക്കുറിച്ചും സംരക്ഷണത്തെക്കുറിച്ചുമൊക്കെയാണ് ഇന്നത്തെ ആരോഗ്യരംഗത്തിൽ. നേത്രരോഗങ്ങളെക്കുറിച്ചും സംരക്ഷണത്തെക്കുറിച്ചും നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നത് പ്രശസ്ത ആയുർവേദ നേത്രരോഗ വിദഗ്ധനും സുദർശനം നേത്ര ഫൗണ്ടേഷൻ ട്രസ്റ്റ് സെക്രട്ടറിയുമായ ഡോക്ടർ BG ഗോകുലനാണ്. ഗുഡ് മോർണിംഗ് സർ. കണ്ണിന് അസുഖം വന്ന സാധാരണ എല്ലാവരും അലോപ്പതി ട്രീറ്റ്മെന്റിന് പോകാറാണ് പതിവ്. പക്ഷെ ഇപ്പൊ തന്നെ ആയുർവേദത്തിൽ ഒരുപാട് ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു നേത്രരോഗങ്ങൾക്ക്. ഏതൊക്കെ നേത്രരോഗങ്ങൾക്കാണ് ആയുർവേദത്തിൽ ട്രീറ്റ്മെന്റ് ഉള്ളത്? ആയുർവേദത്തില് ശാലാഖിതന്ത്രം അഥവാ നേത്രചികിത്സ, ഊർധ്വാംഗ രോഗത്തിൽ വരുന്ന നേത്രചികിത്സ എന്ന വിഭാഗത്തിൽ കൂടുതലായിട്ടും ഔഷധ സംബന്ധമായിട്ടും കാഴ്ച വർദ്ധിപ്പിക്കുന്നതിന് ഉതകുന്ന രീതിയിലുള്ള ചികിത്സകളുമാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. അതായത് ഇത് മെഡിക്കൽ മാനേജ്മെന്റ് കൂടുതലുള്ള ഒരു സിസ്റ്റമാണ്. ആധുനിക നേത്രചികിത്സ കൂടുതലും സർജിക്കൽ സ്പെഷ്യാലിറ്റി ഉള്ളൊരു ചികിത്സാ രീതിയാണ്. കൂടുതൽ ശസ്ത്രക്രിയകളാണ് അവിടെ വിധിച്ചിട്ടുള്ളത്. ഔഷധം കൊണ്ട് കാഴ്ച വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഉപാധികളൊന്നും ആധുനികത്തിൽ പറയുന്നില്ല. ആയുർവേദത്തിൽ അങ്ങനെയുള്ള ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഡയബറ്റീസ് മുതലായിട്ടുള്ള അസുഖങ്ങൾ, കുട്ടികൾക്കുണ്ടാകുന്ന ഷോർട്ട് സൈറ്റ്, അലർജി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഔഷധം കൊണ്ട് മാറ്റാവുന്ന രോഗങ്ങളാണ് കൂടുതലും ആയുർവേദത്തിൽ ചികിത്സ യോഗ്യമായിട്ടുള്ളത്. സാധാരണയായി ഉണ്ടാകാവുന്ന ഈ നേത്രരോഗങ്ങൾ എന്തൊക്കെയാണ്? നേത്രരോഗങ്ങൾ ഇപ്പോൾ ഈ തലമുറയിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ ഒരു പോരായ്മ എന്ന് പറയുന്നത് കുട്ടികൾക്ക് മുതൽ ഉണ്ടാകുന്ന ഷോർട്ട് സൈറ്റാണ്, അല്ലെങ്കിൽ മയോപ്പിയ, ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്ന അവസ്ഥയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. കണ്ണിന് ആയാസം കൂടുതലുകൊണ്ടാണ് അതൊരു കാര്യം. കൂടാതെ ഈ ലൈറ്റിന്റെ അംശം നമ്മുടെ ശരീരത്തിൽ സാധാരണ പണ്ടത്തെ കാലയളവിൽ 12 മണിക്കൂർ പ്രകാശം, 12 മണിക്കൂർ ഇരുട്ടെന്നുള്ള രീതിയിലാണ്. ഇപ്പൊ അത് മാറിയിട്ട് 16-18 മണിക്കൂർ, ചിലപ്പോൾ 24 മണിക്കൂറും കണ്ണിലേക്ക് ലൈറ്റ് പ്രവഹിക്കുന്ന ഒരു കണ്ടീഷനാണ് ഇപ്പോൾ ഉള്ളത്, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിലും മറ്റും. അതുപോലെ തന്നെയാണ് ഇന്ത്യയിൽ. കാരണം ലൈറ്റ് ഉപയോഗിച്ച് കിടന്നുറങ്ങുന്നു. ലൈറ്റ് ഇട്ട്, ബെഡ്റൂം ലൈറ്റ് ആണെങ്കിലും കൂടി ലൈറ്റ് ആണെങ്കിലും കൂടുതൽ കുട്ടികളും ലൈറ്റ് ഇട്ട് കിടക്കുന്നു. അപ്പോൾ കണ്ണ് അടച്ചിട്ടുണ്ടെങ്കിൽ കൺപോളയിൽ കൂടെ പ്രകാശം അകത്തേക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ കണ്ണുകൾക്ക് റെസ്റ്റ് കിട്ടുന്നില്ല. കൂടാതെ വായിക്കാൻ ഉപയോഗിക്കുന്ന ലൈറ്റ്, ഇതെല്ലാം വളരെ തീവ്രമായിട്ടുള്ള പ്രകാശമാണ് കണ്ണിലേക്ക് എപ്പോഴും പ്രവഹിപ്പിക്കുന്നത്. പണ്ടത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. മെഴുകുതിരി വെളിച്ചം അല്ലെങ്കിൽ മണ്ണെണ്ണ വിളക്കിന്റെ പ്രകാശം അത്ര ആവശ്യം മതിയായിരുന്നു. കാരണം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അരണ്ട വെളിച്ചത്തിലിരുന്ന് വായിക്കുന്നതാണ് കൂടുതൽ ഫലപ്രദമെന്ന് കൂടി പറയുന്നുണ്ട്, ചില കണ്ണിന് റെസ്റ്റ് കൊടുക്കാനുള്ള ഉതകുന്ന രീതിയിൽ. അപ്പോൾ തീവ്രമായിട്ടുള്ള ഈ ലൂമിസെൻസ്, ഈ പ്രകാശത്തിന്റെ അളവ് കൂടുമ്പോൾ കണ്ണിനെ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഷോർട്ട് സൈറ്റ് അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഈ ടെൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഗ്ലോക്കോമ, പിന്നെ അത് പാരമ്പര്യമായിട്ടും വരുന്നുണ്ട്. കൂടാതെ സ്ട്രെയിൻ കൊണ്ടുണ്ടാകുന്ന തലവേദനകൾ, കൂടുതൽ നേരം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ടുള്ള കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ ഈ അന്തരീക്ഷ മലിനീകരണം കൊണ്ടുണ്ടാകുന്ന അലർജി സംബന്ധമായിട്ടുള്ള നേത്രരോഗങ്ങൾ, അല്ലാതെ അത് കൂടാതെ തന്നെ ജന്മനാ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മൾ പാരമ്പര്യമായിട്ട് വരാവുന്ന ചില അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ട്, ട്രക്കോമ പോലുള്ള കാര്യങ്ങളുണ്ട്. ജന്മന പൂർണ്ണമായോ ഭാഗികമായോ അന്ധത ബാധിച്ചവർക്ക് ആയുർവേദത്തിൽ ചികിത്സയുണ്ടോ? ഇപ്പോൾ സാധാരണഗതിയിൽ ജനങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, ആയുർവേദത്തിൽ നമ്മൾ ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള ഒരു പ്രശ്നമാണെങ്കിലും, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അന്ധനായാലും ആയുർവേദ ചികിത്സ കൊണ്ട് മാറാൻ പറ്റിയേക്കും എന്നുള്ളൊരു ആശ കൊണ്ട് പലരും ചികിത്സ തേടി വരാറുണ്ട്. പക്ഷേ ഇതിന് ഒരുപാട് പരിമിതികളുണ്ട്. ഇതൊരു മാജിക്കൽ റെമഡിയോ അല്ലെങ്കിൽ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന ശാസ്ത്രമൊന്നുമല്ല. ഇതിലും സാധ്യങ്ങളായിട്ടുള്ള രോഗങ്ങളുണ്ട്, കൃത്രസാധ്യങ്ങളായിട്ടുള്ള, അതായത് ദുഷ്ടസാധ്യങ്ങളായിട്ടുള്ള രോഗങ്ങളുണ്ട്, അസാധ്യങ്ങളായിട്ടുള്ള രോഗങ്ങളുണ്ട്. ഇപ്പൊ ചില വിധത്തിലുള്ള അസുഖങ്ങൾ ജന്മനാ ഉണ്ടാവുന്ന പൂർണ്ണമായിട്ട് അന്ധതയിലുണ്ടാവുന്ന ചില അസുഖങ്ങളുണ്ട്. അല്ലെങ്കിൽ കണ്ണിന്റെ ഗോളമില്ലാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ഗോളം പൂർണ്ണമായി വളർച്ച പ്രാപിക്കാത്ത അവസ്ഥയുണ്ട്, കൃഷ്ണമണി വെളുത്തിരിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല. അതങ്ങനെ തന്നെ നമുക്ക് കാണാനേ സാധിക്കുള്ളൂ. വേറെ ചില അസുഖങ്ങൾ ഭാഗികമായിട്ട്, നേരത്തെ ചോദ്യത്തിൽ സൂചിപ്പിച്ച ഭാഗികമായിട്ടുള്ള ചില അന്ധതകൾ വരാറുണ്ട്. അത് അവരുടെ പോഷണക്കുറവ് കൊണ്ടോ, അല്ലെങ്കിൽ അവരുടെ വളരുന്നതിന്റെ വ്യത്യാസം കൊണ്ടോ, അല്ലെങ്കിൽ ഗർഭകാലത്തുണ്ടായിരുന്ന ചില അപാകങ്ങൾ കൊണ്ടോ ഉണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒട്ടനവധി ചെറിയ പ്രായത്തിൽ തന്നെ ചികിത്സ ചെയ്യുകയാണെങ്കിൽ, ആയുർവേദത്തിലെ ചികിത്സ എടുക്കുകയാണെങ്കിൽ, 4-5 വയസ്സ് മുതൽ തന്നെ ചികിത്സ എടുക്കുകയാണെങ്കിൽ അത് വളരെയധികം മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. നേത്രനാടിക്കുണ്ടാകുന്ന രോഗങ്ങൾക്ക് സാധാരണ ട്രീറ്റ്മെന്റ് ഇല്ല എന്ന് പറയുന്നുണ്ട്. ആയുർവേദത്തിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഉണ്ടോ? ആയുർവേദത്തിൽ പ്രധാനമായിട്ടും ഈ ഞരമ്പ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കാണ് ആയുർവേദത്തിൽ ചികിത്സയ്ക്ക് ഒരു സ്കോപ്പ് ഉള്ളത്.
നേരത്തെ സൂചിപ്പിച്ച പ്രകാരം സർജറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശസ്ത്രക്രിയ എന്ന് പറയുന്നതാണ് ആധുനിക ചികിത്സയിൽ ചെയ്യുന്നത്. ഔഷധ ചികിത്സയാണ് ആയുർവേദത്തിൽ ചെയ്യുന്നത്. അപ്പോൾ നേത്രനാഡി സംബന്ധമായിട്ടുള്ള ഇപ്പോൾ ഗ്ലോക്കോമ പോലുള്ള അസുഖങ്ങൾ, അല്ലെങ്കിൽ രാത്രി കണ്ണ് കാഴ്ച കാണാൻ പ്രയാസമായിട്ട് വരിക, അല്ലെങ്കിൽ സൈഡിൽ കാഴ്ച കാണാൻ പ്രയാസമായിട്ട് വരിക, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ ഒപ്റ്റിക് നെർവുമായിട്ട് സംബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ നേത്രനാഡി സംബന്ധമായിട്ടുണ്ടാകുന്നുണ്ട്. അതിൽ ചികിത്സകൾ ആയുർവേദത്തിന് മാത്രമേ അതിൽ ഫലപ്രദമായിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ ആണ് ഞാൻ വിചാരിക്കുന്നത്. ഡയബറ്റീസ് രോഗികൾക്ക് സാധാരണ കാഴ്ച കുറയാറുണ്ടല്ലോ, ഇതിനുള്ള കാരണം എന്താണ്? ആയുർവേദത്തിൽ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ കൂടുതൽ കണ്ണിലെ ശക്തിപ്പെടുത്താനുള്ള ചികിത്സകളും അതിന്റെ കൂടെ തന്നെ ഡയബറ്റീസ് കൊണ്ട് ശരീരത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഈ രണ്ട് രീതിയിലാണ്. ഓറൽ മെഡിസിൻസ് കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ അകത്തേക്ക് കഴിക്കുന്ന ഔഷധങ്ങൾ കൊണ്ടും ലോക്കലായിട്ട് ചെയ്യുന്ന ക്രിയാക്രമങ്ങളുകൊണ്ടും ആ രണ്ട് രീതിയിലാണ് ഇതിന്റെ കാഴ്ചയെ വീണ്ടെടുക്കാനുള്ള ചികിത്സകൾ ചെയ്യുന്നത്. ഇപ്പോൾ പല രീതിയിലുള്ള ഡയബറ്റിക് റെറ്റിനോപ്പതികളുണ്ട്. റെറ്റിനെ ഡിറ്റാച്ച് ചെയ്ത് ഡിറ്റാച്ച് ചെയ്യാതെ തന്നെ സ്പോട്സ് പോലെ ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെയുള്ള ഇതിൽ നമുക്ക് കാഴ്ച വർദ്ധിപ്പിക്കുന്ന ട്രീറ്റ്മെന്റുകൾ ആയുർവേദത്തിൽ ചെയ്യാൻ സാധിക്കും. കുട്ടികൾക്കുണ്ടാകുന്ന നേത്രരോഗങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടെ ഒന്ന് പറയൂ ഡോക്ടർ. കുട്ടികൾക്ക് ഇപ്പോൾ ഈ ആധുനിക യുഗത്തിൽ നമ്മൾ കാണുന്നത്, കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കാണുന്നത് ഷോർട്ട് സൈറ്റ് ആണ്. അത് ഞാൻ സൂചിപ്പിച്ച പോലെ കൂടുതൽ പ്രകാശം കണ്ണിലേക്ക് കൂടുതൽ സമയം വരുന്നാവാം ഒരു കാരണമെന്ന് ചില പഠനങ്ങൾ, നേരത്തെ ഉണ്ടായിട്ടുള്ള പഠനങ്ങൾ പറയുന്നുണ്ട്. അതുകൂടാതെ കണ്ണിന് ആയാസങ്ങൾ ഉള്ള കമ്പ്യൂട്ടർ, TV മുതലായ ഇതെല്ലാം പ്രകാശം ഉത്ഭവിപ്പിക്കുന്ന സ്രോതസ്സുകളാണ്. ഇതെല്ലാം കണ്ണിന് എപ്പോഴും റെസ്റ്റ് വേണ്ടത് പ്രകാശത്തിൽ നിന്നാണ്. കണ്ണിന് ആക്ടിവിറ്റി പ്രകാശം വരുമ്പോഴും റെസ്റ്റ് പ്രകാശമില്ലാത്തപ്പോഴാണ്. അപ്പോൾ ഈ പ്രകാശമില്ലാത്ത അവസ്ഥ കുറയുന്നതുകൊണ്ട് കണ്ണിന് കുറേ സ്ട്രെയിൻ വരുന്നുണ്ട്. പിന്നെ കൂടുതലായിട്ട് വരുന്നത് അലർജി രോഗങ്ങളാണ്. കണ്ണിന് ചെളി പുരണ്ട പോലെ, വെളുത്തിരിക്കേണ്ട കൺജങ്ക്റ്റീവ ചെളി പുരണ്ട പോലെ ഇരിക്കുക, ചൊറിച്ചിലും വെള്ളം എടുക്കലായിട്ടിരിക്കുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള കുട്ടികൾ കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരുപക്ഷെ ശ്രദ്ധക്കുറവുകൊണ്ടോ മറ്റൊന്ന് പറയാവുന്ന രീതിയിൽ ഒരു കണ്ണിന് കാഴ്ച കുറയുന്ന ഇതുണ്ട്. ആംബ്ലിയോപ്പിയ അല്ലെങ്കിൽ ലേസി ഐ എന്ന് പറയും. ഒരു കണ്ണിന് മടിയാവുക, ഒരു കണ്ണിന് മാത്രം ഇമേജ് ബ്രെയിൻ അക്സെപ്റ്റ് ചെയ്യും, ഒരു കണ്ണ് മടി പിടിച്ചതുകൊണ്ട് അല്ലെങ്കിൽ കാഴ്ചയുടെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അതിന് വേണ്ട പരിചരണം കൊടുക്കാത്തതുകൊണ്ട് അതിന് കാഴ്ച കുറഞ്ഞു പോകുന്നൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ലേസി ഐ എന്ന് പറയും. അത് നമ്മൾ ചെറുപ്പത്തിൽ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളൊരു 3 വയസ്സ് അല്ലെങ്കിൽ കുട്ടികളെ കണ്ട് പറയാവുന്ന ഒരു പ്രാപ്തിയാവുന്ന സമയത്ത് നമ്മൾ 2 കണ്ണിന് മാറി പരിശോധിക്കുക തന്നെയാണ് വേണ്ടത്. അതിനു മുമ്പായിട്ട് ഇപ്പൊ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ പോലും കുട്ടികൾ എന്തെങ്കിലും പ്രകടമായ കൗതുകമുള്ള വസ്തുക്കൾ നോക്കിയിട്ട് അതിനെ ഗവനിക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഊഹിക്കാൻ സാധിക്കും എന്തോ കാഴ്ചയുടെ തകരാറുണ്ട്, അല്ലെങ്കിൽ കൃത്യമായിട്ട് അവൻ കാണുന്നില്ല എന്നുള്ളൊരു ഇതുണ്ട്. അങ്ങനെ പലപ്പോഴും പല പേഷ്യൻസും കൊണ്ട് അവരുടെ മാതാപിതാക്കൾ വരാറുണ്ട്. പക്ഷെ ഭൂരിഭാഗം ആൾക്കാരത് മനസ്സിലാക്കുന്നില്ല. പലരും അത് കുറെ കാലം കഴിയുമ്പോൾ, ഒരു 15-20 വയസ്സിൽ ആ കുട്ടിക്ക് സ്വയം പര്യാപ്തമാകുമ്പോഴാണ് അവൻ അറിയുന്നത്. യാദൃശ്യമായിട്ട് എന്തോ കണ്ണ് കൈ തുടച്ചപ്പോൾ കാണാൻ പറ്റിയില്ല എന്നോ അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ അതൊരു 3 വയസ്സ് മുതലെങ്കിലും നമ്മൾ അതിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പ്രകാരമുള്ള കാര്യങ്ങൾ പ്രതിരോധിക്കാൻ സാധിക്കും. ഇപ്പോൾ ആയുർവേദ ചികിത്സ തന്നെ കുട്ടികളിൽ നമ്മൾ 4-5 വയസ്സിൽ തുടങ്ങാൻ സാധിക്കും. കോങ്കണ്ണിന് സർജറി അല്ലാതെ വേറെ എന്തെങ്കിലും ചികിത്സയുണ്ടോ ആയുർവേദത്തിൽ? കോങ്കണ്ണിനെ സംബന്ധിച്ച് 2 രീതിയിലുണ്ട്. ചില കോങ്കണ്ണുകൾ തനിയെ അതിന് എക്സസൈസ് കൊടുത്താൽ തന്നെ ആ ഒരു ഏത് കണ്ണിനാണോ കോങ്കണ്ണായിട്ടുള്ളത് അല്ലെങ്കിൽ മാറിയിരിക്കുന്നത് ആ കണ്ണിനെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് മറ്റേ നല്ല കണ്ണ് അടച്ചു വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒക്ലൂഷൻ തെറാപ്പി എന്ന് പറയും. അതായത് കണ്ണ് മൂടി വെച്ചുകൊണ്ട് ഈ മോശമായിട്ടുള്ള കണ്ണിനെ ആക്ടിവേറ്റ് ചെയ്യുക. അങ്ങനെ നേരെയാവുന്ന കോങ്കണ്ണുകളുണ്ട്. അല്ലാതെ അത് ചെയ്താലും നേരെയാവാത്ത ചില കോങ്കണ്ണുകളാണ് നമ്മൾ സർജറി ചെയ്തിട്ട് മാറ്റിയെടുക്കേണ്ടത്. സർജറി ചെയ്യുക എന്ന് പറഞ്ഞാൽ കോങ്കണ്ണിന്റെ സർജറി വലിയ മേജർ സർജറി അല്ല. ആളുകൾ വിചാരിക്കുന്ന പോലെ ഇത് വലിയൊരു പ്രശ്നമാണെന്നുള്ളൊരു ചിന്ത പലർക്കും ഉണ്ട്. പിന്നെ കോങ്കണ്ണ് ഭാഗ്യമാണെന്ന് പറയുന്നവരുണ്ട്. അപ്പം അതെല്ലാം മാറി, ആ സങ്കല്പമെല്ലാം മാറി. അത് കോങ്കണ്ണിന് സർജറി ചെയ്താൽ മാറാവുന്ന ഇതാണ്, സർജറി ചെയ്യുക തന്നെ വേണം. ആയുർവേദത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ കണ്ണിലേക്കുള്ള തർപ്പണം അതുപോലുള്ള ചികിത്സകളെല്ലാം ചെയ്തിട്ട് ഇതിന്റെ കാഴ്ചശക്തി വർദ്ധിപ്പിച്ചിട്ട് ചെറിയ സൈസിലുള്ള കോങ്കണ്ണുകളൊക്കെ നമുക്ക് നേരെയാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ചില ചികിത്സ കൊണ്ട് തന്നെ മാറാത്ത ചില കോങ്കണ്ണുകളുണ്ട്, അത് സർജറി ചെയ്തുകൊണ്ട് തന്നെ ശരിയാക്കണം. കണ്ണിന്റെ ആരോഗ്യം നിലനിർത്താൻ ആയുർവേദത്തിൽ എന്തെങ്കിലും സുഖചികിത്സകളുണ്ടോ?
ഈ തർപ്പണം പോലുള്ള ചികിത്സകളൊക്കെ തന്നെ കണ്ണിനെ സ്ട്രെയിൻ ഒഴിവാക്കാനുള്ള ഉപയോഗിക്കുന്ന ചികിത്സകളാണ്. അങ്ങനെയാണ് ഇപ്പോൾ കൂടുതലായിട്ടും ടൂറിസം സെക്ടറിലും മറ്റും ചെയ്യുന്നുണ്ട്. അതൊരു പരിധിവരെ ഇത് ഒരു സുഖചികിത്സ ആയിട്ട് തന്നെയാണ് ഗണിക്കാവുന്നതാണ്. കാരണം കൂടുതൽ അധ്വാനം കൊണ്ട് ഉണ്ടാകുന്ന അല്ലെങ്കിൽ കണ്ണിന് കൂടുതൽ പ്രകാശം എപ്പോഴും കിട്ടുന്നതുകൊണ്ടുണ്ടാകുന്ന ക്ഷീണം, ഇതുപോലുള്ള ക്ഷീണങ്ങൾ അകറ്റാനായിട്ട് ഈ ചികിത്സ വളരെ നല്ലതാണ്. പക്ഷെ അതിലെ ഔഷധക്കൂട്ടുകൾ നമ്മൾ നിശ്ചയിക്കുന്ന പോലെ ആ രോഗിക്ക് എന്താണോ ആവശ്യം അല്ലെങ്കിൽ ഏത് അസുഖത്തിനാണോ ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഔഷധങ്ങൾ മാറ്റി ഇരിക്കണം. അതിൽ സാധാരണ ഉപയോഗിക്കുന്ന ബേസ് നെയ്യാണ്. അപ്പോൾ ആ നെയ്യ് ഇന്ന ഔഷധങ്ങൾ പച്ചമരുന്നുകൾ ചേർത്ത് തയ്യാറാക്കണം എന്നുള്ളൊരു നിഷ്കർഷ നമ്മൾ ചെയ്യണം. ആയുർവേദ നേത്ര ചികിത്സാ രംഗത്തെ അപൂർവ സാന്നിധ്യമാണ് ഈ ചികിത്സാലയം. ശബരിമലയിലേക്ക് നീളുന്ന ദേശീയപാതയുടെ തീരത്ത് തിരുവല്ലയിൽ അതിപുരാതന വാസ്തുശില്പഭംഗിയിൽ പണിതീർത്ത ഈ ചികിത്സാലയം നേത്രരോഗികൾക്ക് ആശ്വാസത്തിന്റെ കുളിർമ പകരുകയാണെന്ന്. വൃക്ഷങ്ങളാൽ ചുറ്റപ്പെട്ട് ശാന്തഗംഭീരമായ അന്തരീക്ഷത്തിലേക്ക് നഷ്ടപ്പെട്ട കാഴ്ചയുടെ സൗകുമാര്യം തേടി ആബാലവൃദ്ധരും എത്തിച്ചേരുന്നു. 7 കുടുംബത്തിന് താമസിച്ച് ചികിത്സിക്കാനും 25ഓളം പേർക്ക് ഒരേ സമയം ചികിത്സിക്കാനുമുള്ള സൗകര്യമുണ്ടിവിടെ. ആധുനിക രോഗനിർണയ സംവിധാനങ്ങളുള്ള ക്ലിനിക്കൽ ലബോറട്ടറി, ഇവിടെ തന്നെ നിർമ്മിക്കുന്ന മരുന്നുകൾ സൂക്ഷിക്കുന്ന ഫാർമസി, ഇതൊക്കെയാണ് ഇവിടത്തെ പ്രത്യേകതകൾ. ആയുർവേദ ചികിത്സയിലും ആധുനിക രോഗനിർണയ ഉപാധികൾ ഉപയോഗിക്കുന്നുണ്ട്. വെളിച്ചം പകരുന്ന ബോക്സുകളിൽ തെളിയുന്ന ഇംഗ്ലീഷ് മലയാളം അക്ഷരമാലകൾ വായിക്കുന്നതും വിവിധ ലെൻസുകളുടെ സഹായം തേടുന്നതുമൊക്കെ ആയുർവേദത്തിലും പഥ്യമാണ്. കണ്ണിന്റെ ഉൾഭാഗം വെളിച്ചത്തിന്റെയും ലെൻസിന്റെയും സഹായത്തോടെ പരിശോധിക്കുന്ന ഇൻഡയറക്ട് ഒഫ്താൽമോസ്കോപ്പ്, കണ്ണിന്റെ പ്രഷർ പരിശോധിക്കുന്ന ടോണോമീറ്റർ തുടങ്ങിയ ഉപകരണങ്ങൾ അലോപ്പതി ചികിത്സയുടെയും ഭാഗമാണ്. കൺപോളകൾ പരിശോധിച്ചതിനു ശേഷം അപകടരഹിതമായ കർപ്പൂരാതി കുഴമ്പ്, ഇളനീർ കുഴമ്പ് തുടങ്ങിയ തുള്ളിമരുന്നുകൾ ഒഴിച്ച് പരിഹാരമുണ്ടാക്കുന്നതാണ് ആയുർവേദത്തിലെ ഏറ്റവും ലളിതമായ നേത്രചികിത്സ. തർപ്പണമാണ് കണ്ണിന് പ്രയോഗിക്കുന്ന പ്രധാന ആയുർവേദ ചികിത്സ. കണ്ണിന്റെ ആയാസം കുറച്ച് ശക്തിപ്പെടുത്തുന്ന സുഖചികിത്സയാണത്. ആദ്യം പച്ചമരുന്നുകളും മറ്റ് അനുബന്ധ വസ്തുക്കളും ചേർത്തുണ്ടാക്കിയ മരുന്നുപയോഗിച്ച് കണ്ണുകൾ കഴുകുന്നു. തുടർന്ന് അനുയോജ്യമായ തൈലം ഉപയോഗിച്ച് കണ്ണിന്റെ തടങ്ങളും മുഖവും പതിയെ മസാജ് ചെയ്യുന്നു. പിന്നീട് മാവ് കുഴച്ച് കണ്ണിന് ചുറ്റും തടകെട്ടി അതാത് രോഗത്തിന് അനുയോജ്യമായ പച്ചമരുന്ന് ചേർത്ത ഔഷധവീര്യമുള്ള നെയ്യ് കണ്ണിന് മുകളിൽ മിനിറ്റുകളോളം നിറച്ചുവെക്കുന്നു. ആവശ്യമായ മസാജിനു ശേഷം മൂക്കിൽ തുള്ളിമരുന്നൊഴിക്കുന്ന നസ്യം, ശിരോവസ്തി, ഔഷധ സ്വരസങ്ങൾ ഉപയോഗിക്കുന്ന പുടപദം, മരുന്നിന്റെ കിഴികെട്ടി കണ്ണിനു പുറമെ മസാജ് രീതിയിൽ നടത്തുന്ന ലേപനം, ചൂടാക്കിയ വെള്ളം ഉപയോഗിച്ച് കണ്ണുകളിൽ ആവി പിടിക്കുന്നത് തുടങ്ങിയവയൊക്കെയാണ് നേത്രചികിത്സയിലെ ആയുർവേദ ക്രമങ്ങൾ. കേരളത്തിലും മറുനാടുകളിലും നേത്രരോഗ ബോധവൽക്കരണങ്ങളും രോഗനിർണയ ക്ലിനിക്കുകളും ചികിത്സയും ക്യാമ്പുകളുമൊക്കെ നടത്തി ആയുർവേദ ചികിത്സയുടെ സാധ്യതകളെ പ്രചരിപ്പിക്കുകയാണ് ഈ ചികിത്സാലയം. ഇരുളും വെളിച്ചവും ഇഴചേരുമ്പോൾ ജനിക്കുന്ന നിറങ്ങളുടെ ലോകത്തിലേക്ക് അന്ധതയുടെ വേദന പേറുന്ന അനേകരെ കൈപിടിച്ചു നടത്താൻ അനവരതം പരിശ്രമിക്കുകയാണ് ഈ ചികിത്സാലയം. എന്തൊക്കെ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് പറയാം? അംഗീകാരം എന്ന് വെച്ചാൽ ആദ്യമായിട്ട് നമുക്ക് ഇതിലൊരു കോൺഫിഡൻസ് ഉണ്ടായത് ഈ ആയുർവേദ നേത്ര ചികിത്സ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു അപൂർവമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ബ്രാഞ്ച് എന്നുള്ളതിൽ എനിക്ക് വളരെ അഭിമാനം തോന്നിയത് 1993 അശോക ഇന്നോവേറ്റേഴ്സ് ഫോർ ദ പബ്ലിക് എന്നുള്ളൊരു അമേരിക്കൻ സംഘടന, ഒരു ചാരിറ്റബിൾ സംഘടനയാണ്. ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലും മറ്റൊരു ഓഫീസുകളുണ്ട്. അപ്പോൾ അവരുടെ ഒരു ലൈഫ് മെമ്പർഷിപ്പ്, ലൈഫ് ഫെലോഷിപ്പ് എനിക്ക് ലഭിക്കുകയുണ്ടായി. ഏകദേശം 3 ദിവസത്തെ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞിട്ടാണ് അതിനുള്ളൊരു കടന്നിട്ടാണ് അവർ ഈ ഇന്റർവ്യൂ ഫെലോഷിപ്പ് തന്നത്. FAIP എന്ന് പറയും, ഫെലോ ഇൻ അശോക ഇന്നോവേറ്റേഴ്സ് ഫോർ ദ പബ്ലിക്. പിന്നെ ചൈൽഡ് റിലീഫ് ആൻഡ് യു എന്നുള്ള സംഘടനയെ പറ്റി കേട്ട് കാണും. ക്രൈ എന്ന പേരിൽ അറിയപ്പെടുന്ന കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അവരുടെ ഒരു ലൈഫ് ഫെലോഷിപ്പ് സ്കൂൾ കുട്ടികളിൽ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെ മാനിച്ച് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ കമൽ പത്ര അവാർഡ് എന്നുള്ളൊരു JCSന്റെ ഒരു സോൺ തലത്തിലുള്ള JCSന്റെ ഒരു അവാർഡ് നമ്മുടെ ഈ പ്രത്യേക മേഖലയിലുള്ള പ്രവർത്തനങ്ങളെ മാനിച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഇത് പിന്നെ സെമിനാറുകളിലും മറ്റും ഇന്റർനാഷണൽ കോൺഗ്രസ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. തന്റെ കുടുംബത്തെക്കുറിച്ച് പറയാം.
കുടുംബം ഞാൻ എൻ്റെ വൈഫ് ശാന്തി എന്ന് പറയും, തിരുവനന്തപുരം സ്വദേശിയാണ്. മക്കള് അഞ്ജന, അശ്വിൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു, അശ്വിൻ ശങ്കർ, അഞ്ജന ഗോകുല് ഇപ്പോൾ 1ാം ക്ലാസ്സിലേക്ക്. ഇത്രയും നേരം നമ്മോട് സംസാരിച്ച സുദർശനം നേത്ര ചികിത്സാലയം മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ഗോകുലന് ഗുഡ് മോർണിംഗ് കേരളയുടെ ആശംസകൾ. സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം.